അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷയ്ക്ക് ഫേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. പ്രസ്തുത കട്ട് ഓഫ് മാർക്ക് നേടുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത കട്ട് ഓഫ് മാർക്ക് നേടണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത. അപ്പോൾ വളരെയധികം മത്സരത്തോടു കൂടിയ ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ജനറൽ നോളേജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷിന് 30 മാർക്കും എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന് 30 മാർക്കും അരിത്തമാറ്റിക് മെൻസ്ട്രേഷന് 40 മാർക്കുമാണ് സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ എടുത്ത സമയത്ത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ്സുകൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ ആണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തത്. അതുപോലെ തന്നെ റാങ്ക് ഫയലൊക്കെ തന്നെ തയ്യാറാക്കി കൊടുത്തു. ധാരാളം ഉദ്യോഗാർത്ഥികൾ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ അതുപോലെ തന്നെ പഠിക്കുന്ന പോലെ തന്നെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിൽ അല്ലെങ്കിൽ ഈ കട്ട് ഓഫ് മാർക്ക് PSC പറയുന്ന കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. കഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ OMR ഷീറ്റിൽ കൃത്യമായിട്ട് അത് കറുപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ, നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആവേശത്തോടു കൂടി ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് തള്ളി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേക ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അരിത്തമാറ്റിക് മെൻസ്ട്രേഷൻ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അത് അവസാനത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആദ്യം അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചാൽ മറ്റുള്ള അറിയാവുന്ന ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ അവസാനം സമയം കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് വിഷയത്തിലാണോ പാടുള്ളത് ആ പാടുള്ള വിഷയം കണക്ക് ചെയ്യാൻ കുറച്ച് സമയം കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത് അവസാനത്തേക്ക് മാറ്റിവെച്ച് ആദ്യം തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾക്ക് അവസാന 10 മിനിറ്റിൽ എഴുതി കഴിഞ്ഞാലും വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കി തെറ്റായ ഉത്തരം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗാർത്ഥിയും ശ്രമിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യണം. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മെയിൻ പരീക്ഷ വളരെ എല്ലാവരും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെല്ലാം തന്നെ ഇനി ഈ പ്രിലിമിനറി പരീക്ഷ ഡിവിഷണൽ അക്കൗണ്ട് ലിസ്റ്റ് വരുമ്പോൾ എല്ലാവരും ഉൾപ്പെടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസാന നിമിഷത്തിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച പല ഉദ്യോഗാർത്ഥികളും പലപ്പോഴും നെഗറ്റീവ് മാർക്ക് വരുത്തി റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷ എഴുതുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ അത് നെഗറ്റീവിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നോ, മറ്റുള്ളവർ കൂടുതൽ നമ്മളെക്കാൾ ആൻസർ
ചെയ്തോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റാങ്ക് ലിസ്റ്റ് വരാനുള്ളതാണെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് വരാൻ സാധിക്കട്ടെ. നല്ലൊരു പരീക്ഷയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.